ഇത് നമ്മുടെ വിഷുവിൻ്റെ അന്ന് പുലർച്ചെ 12 മണിയാണ് കേട്ടോ. 12 മണി നേരത്ത് നമ്മൾ കണി ഒരുക്കുകയാണ്. എല്ലാവരും ഉറക്കായി. എൻ്റെ മോള്, വിഷ്ണു, അമ്മോട് ഞാൻ പറഞ്ഞു കിടന്നോ, ഞാൻ കണി ഒരുക്കുന്നതൊക്കെ ഞാൻ ഒരുക്കാമെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കണി ഒരുക്കാനൊക്കെ. അപ്പോൾ അമ്മോട് കിടന്നോ, ഞാൻ ഒരുക്കിക്കോളാം എന്ന് പറഞ്ഞു. ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടീപ്പോയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ വലിയ ഈ ഉരുളി വാങ്ങിച്ചത് കൊല്ലം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ ഉരുളിയാണ്. ഈ ആദ്യമായിട്ടാണ് ഈ ഉരുളിയിൽ നമ്മൾ കണി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉരുളിയിൽ കൃഷ്ണനെ വെച്ചു. നമുക്ക് 2 കൃഷ്ണനുണ്ട്. അപ്പോൾ ഞാൻ 2 കൃഷ്ണനും ഞങ്ങൾ എല്ലാ കൊല്ലവും കണി വയ്ക്കും കേട്ടോ. വയ്ക്കുമ്പോൾ അവിടെ വയ്ക്കും 2 കൃഷ്ണനും. ഒരെണ്ണത്തിന് ഇങ്ങനെ ചെറുതിന് ഉരുളിയിലും ബാക്കി ഒരെണ്ണം പുറത്ത്, അങ്ങനെ അതെങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. പ്രാവശ്യം ഇങ്ങനെ വെച്ചു. പിന്നെ നമ്മൾ മറ്റേ എന്താ പറയുക, അരി ഇട്ടു. പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ എന്തൊക്കെയുള്ളത് വെച്ചൊക്കെ വെക്കാം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളരിക്ക, മാങ്ങ, ചക്ക, മുരിങ്ങക്കായ, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് വെക്കണം. അപ്പോൾ അതിങ്ങനെ എനിക്ക് എല്ലാം കാണുന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും ഒരു ചെറിയൊരു പോർഷനെങ്കിലും കാണണം, ആ ഒരു രീതിയിലാണ് വെക്കുന്നത്. പിന്നെ എന്തൊക്കെ വെക്കാമെന്ന് വെച്ചാൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും വെക്കാൻ. അങ്ങനെ മെയിനായിട്ടുള്ള എല്ലാം വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ചക്കയൊക്കെ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും നമുക്ക് ചക്ക കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ വാൽക്കണ്ണാടി അത് വെക്കും കണിയിൽ. പിന്നെ ഞങ്ങൾ വെക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് സത്യത്തിൽ മറന്നു പോയതാണ്. ഉണ്ടായിരുന്നു, പക്ഷേ വെക്കാൻ വേണ്ടി മറന്നതായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അപ്പം ഞാൻ എല്ലാം ഒന്ന് അടക്കി ഒതുക്കി വെക്കുകയാണ്. നമ്മൾ 2 തരം മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കാണണം, എനിക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ണും തുറന്ന് നോക്കി കഴിഞ്ഞാൽ കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ മുല്ലപ്പൂവുമ്പം ഉണ്ടായിരുന്ന മുട്ടൊക്കെ പറിച്ച് നമ്മളൊരു ചെറിയൊരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുഞ്ഞി കൃഷ്ണനെ വെച്ചു. പിന്നെ നമ്മൾ തുളസിയും ചെത്തി കെട്ടിയിട്ട് വലിയ കൃഷ്ണനെ വെച്ചു. ശരിക്കും നമുക്ക് 2 കൃഷ്ണനും ഇടമുള്ള മുല്ലപ്പൂവൊക്കെ കിട്ടാറുണ്ട്. ഈ വർഷം കുറച്ച് കുറവാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിലേക്ക് ഉണ്ടായുള്ളൂ. ബാക്കി ഒരെണ്ണം നമ്മൾ ചെത്തി തുളസിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കെട്ടുകയാണ് ചെയ്തത്. പിന്നെ അതേ പൈസ വെക്കണം. ഇപ്രാവശ്യം പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എൻ്റെ അവിടെ ആയിരുന്നു, വിഷ്ണുവിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് തലേ ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്കത് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്, ഈ ഞായറാഴ്ച സംക്രാന്തി. അന്ന് വൃത്തിയാക്കലും ഒതുക്കലും പിടിക്കലും ഒക്കെ ആയപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു. ഈ വാൽക്കണ്ണാടീൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് നോക്കണുണ്ട്, എവിടെ വെച്ചാലാണ് ശരിയാവുക എന്ന് നോക്കിയതാണ്. പിന്നെ എനിക്കത് ഇഷ്ടമായില്ല, അവിടെ വെച്ചപ്പോൾ ഇരിക്കണില്ല. വാൽക്കണ്ണാടി, അതായത് കൃഷ്ണനെ നോക്കി ഇരിക്കും, വാൽക്കണ്ണാടി നോക്കി നമ്മുടെ മോന്തിനെ കാണണം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ വെക്കണത്. ശരിക്കും എന്താണ് കോൺസെപ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. വാൽക്കണ്ണാടിയൊക്കെ വെക്കണം കണ്ടുകൊണ്ട് വെക്കണം, ചോദിച്ചറിഞ്ഞ് വെക്കണം നമ്മൾ. ഞാൻ എന്നെ മിക്കതും ഇവിടുത്തെ കണിയൊക്കെ ഒരുക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മയും കൂടെ നിന്നിട്ടാണ്. ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം സെറ്റാക്കിയത്. അപ്പോൾ അവിടെ അവരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഹോളിൽ തന്നെയാണ് എടുക്കണത്. അത് നമ്മുടെ കണി ഏകദേശം ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം വെക്കാൻ മറന്നു പോയി. ഏതൊരു സാധനം കണിക്കൊന്ന, അപ്പം അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കണിക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നത്തെ ഒരു വിഷു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷു രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. എൻ്റെ അമ്പലത്തിൽ പോകാൻ റെഡി ആവലാണ് കേട്ടോ. നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വിഷു വ്ളോഗിലേക്ക് സ്വാഗതം.
അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേ ഇതാണ് നമ്മുടെ ഇപ്പൊക്കെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഒത്തിരി നേരം ഇങ്ങനെ വെളുപ്പ് വരുന്നുണ്ട്. സമയം 8 മണി. ഇന്നലെ കത്തിച്ച പടക്കത്തിൻ്റെ ഒക്കെ അവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറിക്കാൻ വേണം. എൻ്റെ മോള് പുറത്തേക്ക് ഇറങ്ങി ആദ്യം അതാണ് എടുക്കാൻ വരിക. അപ്പോൾ അവൾ ഈ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ നേരത്തെ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾ എന്താ വെച്ചാൽ നമ്മൾ കണി കാണുന്ന നേരത്തൊന്നും അവൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏൽപ്പിച്ചിട്ട് കണി കാണിക്കാൻ നിന്നില്ല. കണ്ടു ഇപ്പോൾ 8 മണിയായിട്ടുള്ള സമയം. അവളെ ഏൽപ്പിച്ചിട്ട് കണി കാണിക്കാൻ നിന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം കളയണ്ട, ഉറങ്ങി എനിക്കുമ്പോൾ എനിക്കിട്ട് എണിച്ചു. പിന്നെ ഈ അടുക്കളയിൽ അമ്മ വളരെയധികം കുക്കിങ്ങിലാണ്. അപ്പോൾ അതാണ് അമ്മയുടെ അവിയൽ കറി, പിന്നെ ഉരുളൻകിഴങ്ങ് സ്റ്റൂ കറി അതൊക്കെ സെറ്റായിട്ടുണ്ട് 8 മണിയാകുമ്പോഴേക്കും. പിന്നെ എന്താ സാമ്പാർ, സാമ്പാർ സെറ്റായിട്ടുണ്ട്. പയറും കായും ഉപ്പേരി അമ്മ കാച്ചാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയ്ക്കുള്ള കറികൾ, കുറേ കറികളൊന്നും ഇല്ല, വളരെ ചെറിയൊരു സദ്യയാണ്. പിന്നെ ഇന്നലെ തന്നെ മാങ്ങക്കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം. പിന്നെ അച്ചാർ, ഇഞ്ചാമ്പുളി അതൊക്കെ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സ് മാറാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. വിഷ്ണു ദേവയുടെ മുണ്ടൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് പ്രാവിനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാവിന് ദേവൻ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. ഞാനപ്പോൾ വേഗം ഒരുങ്ങാണ്. ഇത് വിഷുവിനെടുത്ത പുതിയ ഡ്രസ്സൊന്നുമല്ല കേട്ടോ. ഇത് പഴയ ഡ്രസ്സാണ് എൻ്റെ. ഒരു പഴയെന്ന് പറഞ്ഞാൽ വളരെ പഴയ ഡ്രസ്സാണ്. അത് രണ്ടും 2 തരമാണ്. ഞാൻ രണ്ടും കൂടെ രണ്ട് ഡ്രസ്സിൻ്റെയാണ്. അതൊക്കെ ഞാൻ ജോയിൻ്റ് ആക്കിയിട്ട് ഇപ്പം ഇതിനൊരു പുതിയൊരു ഔട്ട്ഫിറ്റാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പോരുമ്പോൾ. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. സെറ്റ് മുണ്ടോ അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം ഇവിടത്തെ ഉള്ള ഡ്രസ്സുകൾ വെച്ചിട്ട് ഞാൻ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വിഷ്ണു അവിടെ യാത്രയുണ്ട്, ഞാനും വേഗം യാത്രയുണ്ട്. 8 മണിയായി, വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനിങ്ങനെ അവനപ്പോൾ ഉണ്ണീനെ ഡ്രസ്സ് എടുക്കൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. അവന് പിന്നെ വേഗം ഡ്രസ്സ് മാറി കഴിയില്ല. അപ്പോൾ അതിൻ്റെ പാവാട വെച്ചിങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ അവൾ ചവിട്ടി നടക്കുന്ന കാരണം അതൊന്ന് കയറ്റി വയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. അവൾക്കൊരു പൊട്ട് കുത്തി, ഉറങ്ങാത്ത കാരണം പിന്നെ കണ്ണൊന്നും എഴുതി നടക്കില്ല. അപ്പോൾ പിന്നെ ഒരു പൊട്ട് കുത്തി കൊടുത്തിട്ട് വേഗം നമുക്ക് പോകാമെന്ന് വെച്ചു. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്, നമ്മുടെ രുദ്രമാല. അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചാൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അമ്പലത്തിൽ പോയിട്ട്. അവിടെ വെച്ചാൽ അത്ര തിരക്കൊന്നുമില്ല. ആൾക്കാർ വന്ന് പോയി നിൽക്കണം, അത്ര തിരക്കുള്ളൂ, വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനത്തെ വിഷു ദിവസങ്ങളിൽ തിരുവമ്പാടിയിലൊക്കെയാണ് പോകാറ്. അവിടെയൊക്കെ പോകുമ്പോൾ നല്ല തിരക്കാണ് ഉണ്ടാവാറ്. എൻ്റെ മോളെ വെച്ച് നിലത്തേക്ക് ഇറക്കാൻ നോക്കിയിട്ട് അവൾ ഇറങ്ങണമില്ല. അവൾ മേത്ത് തന്നെ അള്ളി പിടിച്ചിരിക്കുക, എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ ഇറങ്ങി നടക്കാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മളപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോന്നു. നേരെ വീട്ടിലെത്തി അവൾ മേത്തുനിന്ന് ഇറങ്ങാണ്ട് തന്നെ ഇരിക്കുക. വിഷ്ണു ആണെങ്കിൽ വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാം, പിള്ളേരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് വരാമെന്ന് കൊണ്ടാണ് അവൻ വണ്ടിയുമ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവൾ കരയുമെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നോട് ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നീ പൊക്കോ, അവൾ കരയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അമ്മയുടെ പണികളൊക്കെ കഴിഞ്ഞു. അമ്മയ്ക്കിനി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ചേഞ്ച് ആവണം. പിന്നെ ഫുഡ് കഴിക്കണം. അവൻ്റെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ല, ഫുഡിങ് കഴിഞ്ഞിട്ടില്ല, രാവിലത്തെ ഇതേ കഴിക്കണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിത് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ വീണ്ടും നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ മോളാന്ന് വെച്ചാൽ ഞാൻ ഒരു പായ കൊണ്ടിട്ടതും അവളെ അഴിൽ കയറിയിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അവളെ വലിച്ച് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇടാൻ, ഫാനിൻ്റെ കാറ്റിടാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ പായൊക്കെ ഇട്ടും ഇനി ഇലയും സാധനങ്ങളൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ ക്യാമറ പൊസിഷനൊന്ന് കറക്റ്റ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് ഇലയൊക്കെ ഇട്ട് സദ്യ ഉണ്ണാം. ഇപ്പോൾ സമയം ഒരു 12 മണി അത്ര ആയിട്ടുണ്ട്. നമുക്ക് വേഗം ഊണ് കഴിച്ചിട്ട് വേണം ചിറക്കകോടൊക്കെ ഒന്ന് പോകാൻ. അവിടെ ഒരു ക്ഷണമുണ്ട്. ചിറക്കകോട് ഇന്ന് വിഷു വേല നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോകണം. അവിടേക്ക് പോയിട്ട് വേഗം വരണം. വേഗം അല്ല, വൈകിട്ട് ഒരു 5 മണി 6 മണിക്കുള്ളിൽ ഇങ്ങോട്ട് തിരിച്ച് വരണം. നമ്മളിവിടെ കൂറ്റനാലിൻ്റെ അവിടെ വിഷുവേലയുണ്ട്, അത് കാണാൻ പോകണം. അവിടേക്കും നമുക്ക് കുറേ ക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ വേഗം തന്നെ കഴിച്ചു. ഫുഡൊക്കെ ആയ നിലയ്ക്ക് വേഗം സദ്യ കഴിച്ചാൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വേഗം ഫുഡ് കഴിക്കണം. അപ്പം എൻ്റെ മോള് പയറ്റ വഴിക്കാർ കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് തുടങ്ങി. ഇലയും അപ്പം ഇത് കൊണ്ടുവച്ചപ്പോൾ പിന്നെ ആൾക്ക് അത് ഇളക്കാണ്ടായി. അപ്പോൾ അവനെ പിടിച്ചിരിക്കും. ഞാൻ ഓരോന്നോരോന്ന് കൊണ്ടുവച്ചിട്ട് എല്ലാം കൂടെ വിളമ്പാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പം പിന്നെ വിചാരിക്കും എന്താ നിങ്ങൾ 3 ആൾ മാത്രം ഇലയിൽ ഫുഡ് കഴിച്ചതെന്ന്. അപ്പം അമ്മയ്ക്ക് എന്താ ഇലയിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, വാലായ്മയാണ്.
അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇലയിൽ കഴിക്കാൻ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം ഞങ്ങളിത് എല്ലാം കൊണ്ടുവച്ചു. അപ്പം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അമ്മയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അമ്മയ്ക്ക് അത്ര ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഫുൾ സെറ്റ് ചെയ്തത്. ഞങ്ങൾക്ക് വിഷുവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഇലയൊക്കെ ഇട്ടു. ഇനി ചോറുണ്ടെന്നാണ് അതിലും വിറ്റ് തന്നെ പോലും. ഞാൻ ചോറ് ഇരുന്നൊന്നും ആകെ പരത്തും എന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത് അതിലും നല്ല രസമായി. ഞങ്ങളുടെ എന്താ പറയുക കമ്പിത്തിരി കത്തിച്ച മാതിരി തന്നെയായി ഇതും. ഞാനിപ്പോൾ പുളിഞ്ചൊക്കെ വിളമ്പിയപ്പോൾ ആൾ ആദ്യം തന്നെ അതൊക്കെ തൊട്ട് നോക്കിയിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ ചോറിലേക്ക് എത്തി. ചോറുണ്ണാൻ പറഞ്ഞപ്പോഴാണ് ആളുടെ ഭാഷയൊക്കെ മാറിയത്. എല്ലാം വിളമ്പരം പിടിക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓലൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓലൻ കറി ഞാൻ പറഞ്ഞു അത് നന്നായിട്ട് ലാസ്റ്റ് വെച്ചത്. പയറും കായൊക്കെ കാച്ചിയതിന് ശേഷമാണ് വെച്ചത്. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കറിയുടെ എണ്ണത്തിൽ. അപ്പോൾ ആൾ പുളിഞ്ചിയാണ് അവ നക്കിക്കുന്നത്. പിന്നെ മാങ്ങ കറി അത് നല്ല മധുരമായിരിക്കുമല്ലോ. അപ്പം അതും രണ്ടും കൂടെ നക്കിക്കണം. എന്നിട്ട് ആളെൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിലത്തെ ഒരു കരച്ചിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത്. അപ്പം അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷുവിനൊക്കെ എന്താ പറയുക വിളക്ക് വയ്ക്കണം. ഈ സദ്യ കൊണ്ടുവരുന്ന നേരത്തൊക്കെ വിളക്ക് വയ്ക്കണം. അപ്പം ഇപ്പോൾ വിഷ്ണു കഴിഞ്ഞിട്ട് പോയത് വേറെ ഒന്നുമല്ല. അമ്മ പറഞ്ഞു ഊണ് കഴിക്കുന്ന നേരത്തെ ഒരു പടക്കം പൊട്ടിക്കുകയെന്ന് പറഞ്ഞു. അതായത് രാവിലെ എഴുന്നേൽക്കും പടക്കം പൊട്ടിക്കുക ഊണ് ഇതൊക്കെയാണ് പണ്ടത്തെ ഓരോ ഇതങ്ങളാണ്. അപ്പോൾ അവന് ഇന്ന് പടക്കമൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പോവാണ്. അപ്പം ഞങ്ങളും വിചാരിച്ചു എന്തായാലും പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിന് സദ്യയൊക്കെ എടുത്ത് നമ്മൾ ഉണ്ണാന്ന് അറിയിക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാന്ന് തോന്നണം. എന്താണെന്നറിയില്ല. നമ്മളിത് ഇലയിൽ സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇല സദ്യ. അപ്പോൾ വിഷ്ണു പോയി പൊട്ടിക്കാനുണ്ട് കേട്ടോ. പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ മോളെന്ന് വെച്ചാൽ പിന്നാലെ പോകുന്നുണ്ട്. എന്താണ് പൊട്ടിക്കണേ നോക്കാൻ വേണ്ടി അവളും പിന്നാലെ പോയി നിൽക്കണം. അവളൊരാളെ എനിക്ക് പോയി അപ്പം പോവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം കൊണ്ടുപോയ ലാമ്പ് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പം അമ്മ വേറെ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ പടക്കം പൊട്ടിക്കാൻ വേണ്ടി. അങ്ങനെ പടക്കം പൊട്ടിച്ച് അതിന് നേരെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് തെറിച്ചു. ഇങ്ങോട്ട് വരെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കൈ കഴുകാൻ പോയപ്പോൾ അവളും പോയി. നമ്മളങ്ങനെ വേഗം ഫുഡ് കഴിക്കായിരുന്നു. അപ്പം നമുക്ക് തന്നെ എത്ര തരം കറികളുണ്ടായിരുന്നു. സാമ്പാർ, അവിയൽ, ഇസ്റ്റു, ഓലൻ, മാങ്ങാക്കറി, അച്ചാർ, ഇഞ്ചാമ്പുളി, ഉപ്പേരി, പപ്പടം, മാങ്ങച്ചാറായിരുന്നു കേട്ടോ. ഇത്ര തരമായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്ന കറികൾ എന്ന് പറയാം. പിന്നെ പായസം ഒന്നും നമ്മൾ വെച്ചില്ല. അതുപോലെ വിഷു കട്ട ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് വിഷു ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും കണ്ട ഇല എടുത്ത് കളഞ്ഞു. ഇല എടുത്ത് ചെരിച്ചു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ സദ്യ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. ഈ വിഷുവിന് ഓണത്തിനൊക്കെ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് വളരെ കുറച്ച് കഴിക്കാറുണ്ട്. വിഷുവിനൊക്കെ നന്നായി കഴിക്കും കേട്ടോ. കുറേ ഫുഡ്. പക്ഷേ എനിക്ക് കുറേ കറികൾ കൂടുമ്പോൾ എനിക്ക് കുറച്ച് ചോറുണ്ണാൻ പറ്റില്ല. നിങ്ങൾക്ക് എൻ്റെ ഇലയിൽ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ചോറ്. പിന്നെ ഞാനെന്നുവെച്ചാൽ ഓരോ കറി കൂട്ടിയിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പോൾ പിന്നെ ഉണ്ണീരെ ഇലയൊക്കെ വിഷ്ണു എടുത്ത് കഴിച്ചിട്ട് ഉണ്ണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കണില്ല. ആൾ ഭയങ്കര അലമ്പായിരുന്നു. അവൾക്ക് എല്ലാത്തിലും ഇട്ട് കയ്യിലിട്ട് ഇളക്കണം. അതിനാണ് അവൾക്ക് അറിയാം. അതൊക്കെ അവിടെ കളയും ചെയ്യും. അപ്പം നമ്മൾ ലാസ്റ്റ് അമ്മ എനിക്ക് പോയിട്ട് അവൾക്കൊരു മുന്തിരി എടുത്ത് കൊടുത്തു. കണിയിൽ മുന്തിരി എടുത്ത് കൊടുത്തു. മുന്തിരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തിട്ട് കസാരയിൽ കയറ്റി ഇരുത്തി. ചാരു കസാര ഉണ്ടല്ലോ അതിൽ കയറ്റി ഇരുത്തിയപ്പോൾ ആൾ സെറ്റായി അവിടെ ഇരുന്നു. പിന്നെ ആൾ അവിടെ നിന്ന് ഏറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ വെപ്രാളം പിടിച്ച് കഴിക്കണം. അപ്പോൾ നമ്മൾ ഓണത്തിന് സമയത്തൊക്കെ ആൾക്ക് 6 മാസം അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ അത്ര ഇങ്ങോട്ട് വലിയ വയലൻ്റ് അല്ലായിരുന്നു. ഇപ്പോൾ പക്ഷെ നടക്കാനൊക്കെ തുടങ്ങി. നമ്മൾ ഇരുത്തിയാലും ഇരിക്കില്ല. ആളെ എനിക്ക് നടക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. അവളെ ഇരുത്തിയിട്ട് പിന്നെ അമ്മയും വന്നിരുന്ന് കഴിച്ചു. അപ്പോൾ അവളെ അല്ലായിരുന്നു. പിന്നെ വിഷ്ണു എല്ലാം എടുത്ത് വിഷ്ണു കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാൻ വെച്ചു. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് വേണ്ട. എൻ്റെ വയറൊക്കെ നിറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് കഴിച്ചുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഇനി എന്തായാലും ചെറുക്കോൾക്ക് പോകുന്നുണ്ട്. നമുക്കൊരു ക്ഷണം ഉണ്ടല്ലോ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പറഞ്ഞെങ്കിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഞാൻ വയറ്റിൽ ബാലൻസ് ഇട്ടു. എന്നിട്ടാണ് നമ്മൾ പോയത്. കഴിക്കാൻ പറയില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ തന്നെ 1 മണിയൊക്കെ കഴിയും. ഊണ് കഴിക്കുന്ന സമയം കഴിയുമായിരിക്കും. എന്നാലും പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. എനിക്ക് വയറങ്ങോട്ട് ഫുള്ളാക്കി വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് തിക്കുമുക്കാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കുറച്ച് സ്ഥലമൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. വിഷ്ണു ഉണ്ണീരെ എല്ലാം എടുത്ത് ക്ലീൻ ആക്കിയിട്ട് അത് കഴിഞ്ഞ് നേരെ ഫുഡ് അടി കഴിഞ്ഞ ഉടനെ നമുക്ക് യാത്രയിൽ പോവുക. വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ 1 മണി ആവാറായിട്ടുണ്ട്. 1 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. എനിക്കൊരു 12 മണിയാകുമ്പോൾ പോകണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇത്തിരി ലേറ്റായി. വിഷ്ണു ഒന്ന് പുറത്തേക്കൊക്കെ പോയി പിള്ളേരുടെ അടുത്ത് ഇറങ്ങി വന്നപ്പോൾ പിന്നെ നമുക്ക് ഇത്തിരി ലേറ്റായി.
പിന്നെ അവന് കുറ്റം പറയാൻ പറ്റില്ല. അതായത് പിള്ളേരെ കൂടെ കടിച്ച് പൊളിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടേതായ അവൻ ചെയ്തു തരും നമുക്ക് എല്ലാ കാര്യവും. കുറച്ച് ലേറ്റ് ആയാലും സമയത്തിനല്ലെങ്കിലും നമ്മളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കും. പിന്നെ നമ്മൾ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി വരാണ്ട് കൈ കടത്തുന്നത് ശരിയല്ലല്ലോ വെച്ചിട്ട് പിന്നെ ഞാനങ്ങനെ അവനെ വിട്ടും. അപ്പോൾ ഉണ്ണി അവിടെ ചോറൊക്കെ ഇപ്പോഴേ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഇലയൊക്കെ വൃത്തിയാക്കി നമ്മളങ്ങനെ ഏറ്റു. പിന്നെ യാത്ര ചെയ്ത് അമ്മ ഡ്രസ്സ് എന്ന് പറയാം എൻ്റെ മോൾക്ക് പുതിയ അവളുടെ വിഷുക്കോടി കേട്ടോ. ഞങ്ങളുടെ എൻ്റെ വിഷുക്കോടിയല്ല. അമ്മ പിന്നെ വിഷുക്കോടിയൊന്നും എടുത്തിട്ടില്ല, അമ്മയ്ക്ക് വാരായ്മയല്ലോ. പിന്നെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടുത്തെ മുളയത്തെ പൂരത്തിന് എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്താന്ന ഡ്രസ്സായിരുന്നു. അത് ഞാൻ അന്ന് കുറുക്കഞ്ചേരി പൂരത്തിന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാനിട്ടത്. വേറെ പുതിയതൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാർട്ടായി നമ്മൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു ചേർന്ന് പൊടി തട്ടാൻ നിൽക്കാം. ഞാൻ എൻ്റെ മോളോട് പറയണം, അമ്മയില്ല നീ പൊക്കോ, ഞാനില്ല നീ പൊക്കോ, ഒറ്റയ്ക്ക് ഇരുന്നോ എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിതാക്കാണ്. അവളപ്പോൾ എനിക്ക് ഉമ്മയൊക്കെ തരികയാണ്. ഞാൻ വരുന്നില്ലാന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് കുഞ്ഞാറ്റ മിണ്ടല്ല അമ്മ അതേപോലെ ചേച്ചിയുടെ മോളുണ്ട് അടുത്ത്. അവളപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ വീഡിയോ കണ്ടിട്ട് ആരാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അവൾ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കാൻ വന്നിരിക്കുകയാണ്. അതായത് വിഷ്ണുവിൻ്റെ ചേച്ചിയുടെ കുട്ടി നന്ദൂസ്. നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടാവും നന്ദൂസ്. ഇനി അവരുടെ കോംബോ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരും. അതായത് നമ്മളിതിങ്ങനെ ചിറക്കയക്കോടൊക്കെ നമുക്ക് വഴി അറിയില്ല കേട്ടോ. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടാണ് പോണത്. അപ്പം ഇത് ചിറക്കയക്കോട് അല്ല വെള്ളാരിക്കൽ ഭാഗമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ലതാൻറ്റീനൊക്കെ കയറ്റിയത്. ഇതാണ് നമ്മുടെ ലതാൻറ്റി. ഉണ്ണീൻ്റെ അടുത്ത് കാണാം. കയറ്റി നേരെ നമ്മൾ അമ്പലപ്പറമ്പിലേക്കാണ് പോയത്. കാവടി കാണാൻ. കാവടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. 2 മണി 3 മണി വരെയൊക്കെ ഉണ്ട് കാവടി. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ ചെന്നപ്പോൾ 3-4-5 സെറ്റും കൂടെ കഴിഞ്ഞു. കാവടി അവസാനിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. 3-4-5 സെറ്റ് കാവടി അവിടെ എന്താ പറയുക ഇതായി നിൽക്കണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ആനേനെ ശ്രദ്ധിച്ചു നിങ്ങൾ. ഈ ആന ചെറുതായിട്ടൊരു ഇടച്ചെല്ലാണ് ആള്. ഒരു കുറുമ്പ്. വേറെ പ്രശ്നമില്ല എന്നാലും. അപ്പം ഞങ്ങളോട് വേഗം വിഷ്ണു പറഞ്ഞ അമ്പലത്തിനുള്ളിൽ കയറിക്കോ, ആൾ ശരിയല്ല. ഇത് പാപ്പന്മാർ മുന്നിൽ നടക്കാൻ പറയുമ്പോൾ ആളവിടെ കിടന്ന് തിരിയാണ്. അപ്പോൾ എല്ലാവർക്കും പേടി. എല്ലാവരും അത് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അപ്പം ഞങ്ങളോട് വിഷ്ണു പറഞ്ഞിട്ടാ വേഗം അവിടെ കയറുന്നത് പറഞ്ഞു. ഞങ്ങൾ വേഗം അമ്പലത്തിൽ കയറി. ഞാനങ്ങനെ നടന്ന് ഫ്രണ്ടിലേക്ക് പോയി. പിന്നെ നമ്മൾ അവരെ വീട്ടിലെത്തി. അവരിപ്പോൾ വാടക വീടാണ്. അവർ ശരിക്കും എൻ്റെ വീടിൻ്റെ അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരിപ്പോൾ വാടകയ്ക്ക് ചിറക്കോട് വാടകയ്ക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടുത്തെ വീട് വിറ്റു. അപ്പോൾ നമ്മൾ അവരുടെക്ക് അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നു വെള്ളമൊക്കെ തന്നു കുടിച്ചു. ഇതേപ്പോൾ എൻ്റെ മോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തൊരു കുറച്ച് അവരെ പരിചയക്കുറവായി. 1 മാസം മേലായല്ലോ. അപ്പോൾ അവരെ എന്താ പറയുക ഇതിങ്ങനെ നോക്കി കയറാണ്ട് നിൽക്കുക. അപ്പോൾ ഇത് അവിടുത്തെ ഇക്കുറു കേട്ടോ. അവിടുത്തെ 2ാമത്തെ ചേട്ടൻ്റെ വിഷ്ണു ചേട്ടൻ്റെ മോനാണ് ഇക്കുറു. അപ്പോൾ പിന്നെ നമ്മുടെ ഷാമിലൊക്കെ അന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരാത്ത നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് പോകാൻ നേരം വൈകിയാണ്. അവിടെ നിന്ന് പോരാൻ നേരം വൈകി. അപ്പോൾ ഷാമിലൊക്കെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 4 മണി നമുക്ക് എത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെയാണ് ഇങ്ങനെ. അപ്പം നിങ്ങൾ നേരെ ഇവിടേക്ക് വായോ കൊണ്ട് ഷാമിലി അമ്മിൻ്റെ അവരോടേക്ക് തന്നെ വന്നു. നമ്മളോടേക്ക് വരാൻ നിന്നതാണ് മുളയത്തേക്ക്. നമ്മൾ മുളയത്തേക്ക് എത്താത്തത് കൊണ്ട് അവർ നേരെ അങ്ങോട്ട് വന്നു. പിന്നെ അപ്പോൾ ഷാമിലേക്ക് വന്ന് അങ്ങനെ കുറേ നേരം എല്ലാവരും കളിച്ച് തിരിച്ച് പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു. എനിക്ക് ആ പടക്കം പൊട്ടിക്കലിൻ്റെ വീഡിയോ എടുക്കണ്ടായിരുന്നു. അത് ഞാൻ സത്യത്തിൽ വിട്ടുപോയി എടുക്കാൻ വേണ്ടി. ആ ഒരു എൻജോയ്മെൻറ്റിലിരുന്നു. പിന്നെ മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വിട്ടുപോയി. നമ്മൾ പല സന്തോഷങ്ങളുടെ ഇടയിലും നമ്മൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് മറന്നു പോകും. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ രാത്രി 7 മണിക്ക് ഫുഡൊക്കെ കഴിച്ച് പോന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ തിരുമാനംകുന്ന് അല്ല കൂറ്റനാലിൽ അവിടുത്തെ നമ്മുടെ പരിപാടിയാണ് കേട്ടോ. ഇത് വിഷുവേല തന്നെയാണ്. അവിടെ രാത്രി മാത്രമേ പരിപാടിയുള്ളൂ. അപ്പം നമ്മൾ അവിടേക്ക് വന്നു. നമ്മൾ മഴയൊക്കെ ആയിരുന്നു. അതുകാരം പരിപാടി ഉണ്ടാവില്ല എന്ന് വെച്ച് പിന്നെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ പരിപാടി നേരെ വേണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ ഇതേ പരിപാടിയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ 12 മണി ആയപ്പോൾ വീട്ടിൽ 12:05 ആയിട്ടാണ് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ഇനി കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. അപ്പം എൻ്റെ മോള് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവരോട് നിന്ന് പോരുമ്പോൾ. എന്നിട്ട് ഒരു 9 മണി വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കൊട്ട് കേട്ടപ്പോഴാണ് ആൾ എണീറ്റത്. അപ്പോൾ ആൾ ഉറങ്ങിയിട്ടില്ല. ആളിത് ഇവിടെ ഫുൾ ഓൺ മൂഡിലാണ് നടക്കുന്നത്. അതെടുത്ത് പിന്നെ ഐസ്ക്രീമൊക്കെ തിന്ന് വന്നിട്ടുള്ള ഒരു
എനർജിയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അവൾ ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവൾ ഉറങ്ങണമെങ്കിൽ അവൾ അതിന് മുന്നേ ഒന്ന് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് മേലൊക്കെ നല്ല ഒട്ടിയിട്ടാണ് ഇരിക്കേണ്ടാവുക. മഴ പെയ്തെങ്കിലും അതിന് വേണ്ട തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വിഷു വ്ളോഗ്. നമ്മുടെ 12 മണി വിഷുവിൻ്റെ ദിവസം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മോളേക്ക് ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കണം. ഇത് വന്ന് കിട്ടിയിട്ട് കുളിക്കണം. ഐസ്ക്രീമും എല്ലാം അതാക്കിയിട്ട് മോന്തൊക്കെ ആകെ കൊള്ളായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പം ടാറ്റ പറയേ, ഉമ്മ കൊടുക്ക്. ടാറ്റ ബൈ. ടാറ്റ ബൈ പറയൂ. പുതിയൊരു വീഡിയോയിൽ കാണാൻ പറയൂ. ടാറ്റ ബൈ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു. ബൈ പറയൂ. ബൈ. ഇവിടേക്ക് നോക്കി പറയൂ. ഫോണിക്ക് നോക്കി പറയടാ കള്ള. ഫോണിക്ക് നോക്കി പറയേ. ബൈ. പിന്നെ അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. 12 മണിയായി. അപ്പം നമ്മുടെ വിഷു ഡേ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.